അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് തിരിച്ചടി. അജിത് കുമാറിന്റെ ക്ലീൻ ചിറ്റ് തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടി. കവടിയാറിലെ ഭൂമി സമ്പാദനത്തിലും ആഡംബര വീട് നിർമ്മാണത്തിലും ഹർജിക്കാരന്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്താൻ നിർദ്ദേശം. ഈ മാസം 30-നകം മൊഴി രേഖപ്പെടുത്തണം. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ വിഭജന ഭീതി ദിനാചരണത്തിൽ സംഘർഷം. SFI MSF ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷം SFI MSF പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ. കോളേജുകളിൽ പരിപാടി നടത്തേണ്ടെന്ന നിലപാടിൽ സർക്കാർ. കോളേജ് പ്രിൻസിപ്പൽമാർക്ക് സർക്കുലർ നൽകി. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. ക്രൈംബ്രാഞ്ച് പരിശോധനയിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേത്. രക്തക്കറ ലഭിച്ചത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന്. സ്ഥിരീകരണം ഫോറൻസിക് പരിശോധനയിൽ. KTU ഡിജിറ്റൽ VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് പേര് നിർദ്ദേശിക്കാൻ ഗവർണർക്ക് സമയം നീട്ടി നൽകി സുപ്രീം കോടതി. സമയം അനുവദിച്ചത് തിങ്കളാഴ്ച വരെ. കമ്മിറ്റിയിലേക്ക് 10 പേരുടെ പട്ടിക തയ്യാറാക്കി സർക്കാർ. പട്ടിക ഇന്ന് തന്നെ സുപ്രീം കോടതിക്ക് കൈമാറിയേക്കും. ആരോഗ്യമന്ത്രിയെ വിമർശിച്ചവർക്കെതിരെ നടപടിയുമായി CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം PJ ജോൺസന് സസ്പെൻഷൻ. നടപടി കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉപകരണക്ഷാമം അധികൃതരെ അറിയിച്ചിരുന്നതായി മറുപടി. ശസ്ത്രക്രിയ മുടങ്ങിയതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. സർവീസ് ചട്ടലംഘനത്തിൽ ക്ഷമാപണം നടത്തിയെന്നും ഹാരിസ്. തൃശൂരിൽ BJP ഭരിക്കുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായി പരാതി. 17 വോട്ടർമാരുടെ രക്ഷകർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് BJP നേതാവ് CV അനിൽകുമാറിന്റെ പേര്. വോട്ടർ പട്ടികയിൽ 17 പേരുടെയും വിലാസം വ്യത്യസ്തം. BJP അനുഭാവിയായ ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ കള്ളവോട്ട് ചേർത്തെന്ന ആരോപണം. കോഴിക്കോട് ഫറോക്കിൽ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി പിടിയിൽ. അസം സ്വദേശിയായ പ്രസൻജിത്ത് പിടിയിലായത് ഫറോക്ക് സ്കൂൾ പരിസരത്ത് നിന്നും. പ്രസൻജിത്ത് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി. ഹിമാചൽ പ്രദേശിലെ കിനൌറിൽ മിന്നൽ പ്രളയം. കുളു, ഷിംല, ലാഹൌൾ, സപ്തി ജില്ലകളിൽ വെള്ളപ്പൊക്കം. തലജ് നദിക്ക് കുറുകെയുള്ള പാലം മുങ്ങി. 2 പാലങ്ങൾ ഒഴുകിപ്പോയി. ദേശീയപാതയടക്കം നിരവധി റോഡുകൾ അടച്ചു. ഋഷി ദ്രോഗി താഴ്വരയിൽ 4 പേർ കുടുങ്ങിക്കിടക്കുന്നു.